ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിവിടെ അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് പരിപ്പും ചീരയും വെക്കാമെന്ന് കരുതിങ്ങാണ്ടേ നമ്മളെ തൊടുവിലുണ്ട് ചീര, നിറച്ച് ചീര ഉണ്ട്. അപ്പം എന്നാൽ അതാണ് പറിച്ചിങ്ങാണ്ടേ അതാണ് വെക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാം. അപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിറച്ച് ചീര ഉണ്ട്. നമുക്കാണെങ്കിൽ ഈ ചീര നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു കരിവേപ്പിൻ തജ്ജാണത്. കുറേ കാടും കുപ്പിയൊക്കെ അതും ഉണ്ടായിക്കണ്. തൊടുവൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല വന്നിട്ട് കാടും കുപ്പിയും പറിച്ചാനും ഒഴിവാക്കാനും. നല്ല രസമാണ് ഈ ചീര ഇങ്ങനെ പറിച്ചങ്ങാണ്ട് പരിപ്പും ഇതാക്കിയാണ്ട് വെച്ചാലേ, കറി വെച്ചാൽ. പാലച്ചീര വെച്ച മാതിരി ഉണ്ടാവും. ചിലർ പറയും ഇത് കൊഴുപ്പാണ്, പക്ഷെ നമ്മൾ വെക്കുമ്പോൾ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. വാടാതെ വെക്കണം. അതേമാതിരി തണ്ട് പെടാതെ വെറും ഇല മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ തണ്ട് പെടുമ്പോഴാണ് കേട്ടോ കൊഴുപ്പുണ്ടാകുക. ഇല മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു കൊഴുപ്പും ഉണ്ടാവില്ല. അത് നോക്കാണി. എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്തുങ്ങാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ആദ്യം ആ ലൈക്കൊന്നും തൊട്ടുകൊണ്ടേ. അതേമാതിരി തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകുമല്ലോ, അത് നിങ്ങൾ അവിടെ എഴുതിക്കൊണ്ടി. പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്താണ് കാണണം കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പറിച്ച് കൊടുന്നിട്ട് കിട്ടിയ ഇലയാണിത്. അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ അതിക്ക് വേണ്ട സാധനങ്ങളാണിത്. പരിപ്പും കുറച്ച് വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും, ഇത് നമ്മളെ മരത്തുമ്മണ്ടായിരുന്ന പച്ചമുളകാണ്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3 തക്കാളി. 3 ഇടുന്നത് നല്ലോണം പഴുത്തക്കും കേട്ടോ. അതുകൊണ്ടാണ് 3 ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 2 ഇടുള്ളൂ. പരിപ്പാണ് കുക്കർക്ക് കഴുകിയിട്ടിക്കണ്. ഇനി പച്ചമുളകും ചെറിയ ഉള്ളി തൊലിച്ചിലുള്ള വലുതൊക്കെ ഒന്നിട്ട് പൊളിച്ചിട്ടുങ്ങാണ്ട് മറ്റേ കൈക്കണ്ട് വാരിയിട്ടുങ്ങാണ്ടേ അവിടെ വെന്തോളും. നല്ലോണം വെന്തതിൻ്റെ ശേഷം, പരിപ്പ് നല്ലോണം വെന്തതിൻ്റെ ശേഷമേ നമ്മളെടുത്ത് വെച്ചിക്കണ ചീര കേയിങ്ങാണ്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. അതാണ് വരിങ്ങാണ്ട് അതിക്കണ്ടിട്ട് കൊടുത്താൽ അതുകൊണ്ട് പോകും. പക്ഷെ ചീര ഇളക്കാൻ വേണ്ടി നമ്മൾ ഈ കുക്കർ വലിപ്പമല്ല. പരിപ്പ് വേവിച്ചിങ്ങാണ്ട് ചട്ടിക്ക് മാറ്റണം ചീര. ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴയെന്ന് മക്കളെ. ചൂടിന് കുറച്ചൊരു സമാധാനം കിട്ടിയിരിക്കണ് അൽഹംദുലില്ലാ. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇപ്പം ഈ പൊടിമ്മ തത്താ തുണി ചിറ്റിയേക്കാണ്. തുണി ചിറ്റിയേക്കൊന്നല്ല കേട്ടോ മക്കളെ. നമ്മൾ ടാപ്പിന് ചുറ്റണ ഇതില്ലേ നൂല്, അതാണ് ചിറ്റിയിരിക്കണത്. അത് കാരണം അതിൻ്റെ പൊടി ഇളകിയിട്ടേ. ഈ കത്തിയാണെങ്കിൽ നല്ല മൂർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കത്തി അങ്ങോട്ട് ഇതാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ചിറ്റി ഇങ്ങോട്ട് വെച്ചേക്കാണ്. കത്തിയൊക്കെ വേറെ ഉണ്ട്, പക്ഷേ ഈ കത്തിനേ പറ്റുള്ളൂ. ഈ തക്കാളി ആയിക്കണ്ട് അരിഞ്ഞിട്ടുങ്ങാണ്ടേ അതിക്ക് തുള്ളി മഞ്ഞപ്പൊടിയും ഇട്ടുങ്ങാണ്ട് ആണ് മൂടി അടുപ്പത്ത് വെച്ചാണ് പോകും. വെന്തതിന് ശേഷം ചീര ഇട്ട് കൊടുക്കുക. നല്ലോണം പഴുത്ത തക്കാളിയാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കേടുകയും ചെയ്യും. എന്നതിലേക്ക് ഈ 3 തക്കാളിയും കൂടി ഇട്ട് അതിൻ്റെ കളറും മാറും. പച്ച കളർ കിട്ടൂല.
തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ടേ അത് മൂടി വെക്കുക. അതവിടെ കടന്ന് വേവട്ടെ. അപ്പോൾ നമ്മളിത് താളിച്ചാൻ എന്താ എടുക്കണമെന്ന് അറിയോ? 2 വെളുത്തുള്ളിയും കുറച്ച് ചീരുള്ളിയാണ് എടുക്കുക കേട്ടോ. നമുക്ക് വെള്ളം പോരാ, അപ്പോൾ ചീര വാകാൻ കുറച്ച് വെള്ളം അവിടെ തിളക്കുന്നുണ്ട്. അതിക്ക് തന്നെ ഒഴിച്ചിങ്ങാണ്ട് ചീരയും കൂടി അതിക്ക് ഇട്ട് കൊടുക്കുക. കാരണം ചീര അതിക്കിട്ടുകൊണ്ട് ഇളക്കാനുള്ള ഗ്യാപ്പില്ല. കുക്കറ് ചെറിയ കുക്കറല്ലേ, അപ്പോൾ അതുകൊണ്ട് ചട്ടി മാറ്റിയതാട്ടോ. അതവിടെ വേവട്ടെ. അതവിടെ വെന്തു. ഇനി ഇത് കടയണം കേട്ടോ. സാധാരണ നമ്മളെ കോഴിക്കളൊക്കെ എന്താണ് നമ്മളെ മാതിരി അങ്ങനെ താളിച്ചെടുത്താൽ പോരാ. ഇവിടെ കടയണം, നല്ലോണം കടഞ്ഞ് അത് പേസ്റ്റ് പോലെ ആക്കണം. വല്ലാത്തൊരു കോഴിക്കൾ നമ്മളതൊന്നും അല്ലട്ടോ മക്കളെ, അയലോക്കത്തുള്ള കോഴിക്കളാണ്. അതിഞ്ഞ് മന്ദം കോല് വെച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് കടഞ്ഞെടുക്കണം. അത് വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ്റൂല. ഇതാ വെള്ളം മുഴുവനൊന്നും ഊറ്റിയിട്ട് കിട്ടണില്ല. പരിപ്പും നല്ലോണം വെന്തിക്കണ്, ചീരയും നല്ലോണം വെന്തിക്കണ്. അടിച്ചാനും ഗതിയേട്. വല്ലാത്തൊരു കോഴിക്കൾ എന്നും പണ്ടില്ലാത്തതെന്ന്. കോഴിക്കൾ വല്ലാതെ ശല്യം ചെയ്യണ്ട അവിടെ. അപ്പോൾ അതാ ഇതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞുകൊണ്ടോ. ഇനി നമുക്കിവിടെ ഇത് താളിച്ചുള്ള വെളുത്തുള്ളിയും ചീരുള്ളിയും അവിടെ ചതച്ച് വെച്ചിരിക്കണം, അരിഞ്ഞേക്കല്ല കേട്ടോ. നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അതിക്കൊരു ഉണക്കൽ മുളകിൻ്റെ അവിടെ മുറിച്ചിട്ടാണ്, കാരണം പച്ചമുളക് ഇട്ട് തന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.